ഹായ് കൂട്ടുകാരെ, സുഖം തന്നെയാണ്. ഇന്ന് എനിക്ക് പറയാനുള്ളത് അമ്മമാരടുത്താണ്. അതായത് ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ അമ്മമാരടുത്താണ്. 50 വയസ്സ്, 55 വയസ്സ്, 60 വയസ്സ് അങ്ങനെയുള്ളവരടുത്താണ്. മക്കളെ കല്യാണം കഴിച്ചയക്കുമ്പോഴത്തേക്കും അമ്മമാർ സ്വത്തും കൂടെ എഴുതി മക്കളെ പേരിലോട്ട് വയ്ക്കും. ദയവ് ചെയ്ത് എൻ്റെ പൊന്നമ്മമാരെ നിങ്ങളത് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് അങ്ങനെ സ്വത്ത് എഴുതി വയ്ക്കണമെങ്കിൽ നിങ്ങളെ കാലശേഷമേ വയ്ക്കാവൂ. കാരണം മക്കൾ നിങ്ങളെ നോക്കണം. ആ രീതിയിൽ സ്വത്ത് വാങ്ങിയിട്ട് എത്ര മക്കൾ, എത്ര അമ്മമാരെ നോക്കണം? ഒരു 100 എടുത്തു കഴിഞ്ഞാൽ 25 അമ്മമാരും വൃദ്ധസാധനത്തിലോട്ട് പോണതാണ് ഇപ്പം കാണുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെ മക്കളെ കല്യാണം കഴിച്ചൊക്കെ അയക്കുമ്പോഴത്തേക്ക് സ്ത്രീധനം ചോദിച്ച് വരണവരൊക്കെ നിങ്ങൾ പെങ്കൊച്ചിനെ കൊടുക്കാതിരിക്കണം. കാരണം ചിലപ്പം നിങ്ങളെ പണവും പുരയിടവും ഒക്കെ കണ്ടിട്ടായിരിക്കാം വരണത്. അല്ലാതെ സ്ത്രീയെ ആവശ്യപ്പെട്ടിട്ടല്ല വരണത്, സ്വത്ത് ആവശ്യപ്പെട്ടാണ് വരണത്. അതുകൊണ്ട് ചെയ്യാനുള്ളത് എന്തിനെന്ന് വെച്ചാൽ, നിങ്ങൾ ആർക്ക് സ്വത്ത് എഴുതി വെച്ചാലും, നിങ്ങളെ മക്കൾക്ക് ആർക്ക് വെച്ചാലും നിങ്ങൾ അവകാശം കൂടെ വച്ച് മാത്രമേ പെൺമക്കൾക്കായാലും അമ്മക്കൾക്കായാലും കൊടുക്കാവുള്ളൂ. കാരണം പെൺമക്കൾ മാത്രമാണെങ്കിൽ വന്നു കയറണ പുരുഷൻ ആ അമ്മയെ കൂടെ നോക്കണമെന്നില്ല. അല്ല, ആ മക്കൾ മാത്രമാണെങ്കിൽ വന്നു കയറണ സ്ത്രീ, പെൺകുട്ടി നിങ്ങളെ നോക്കണമെന്നില്ല. ഇതിപ്പം നമുക്ക് പറയാനും പറ്റില്ല. കാരണം അവർ നിങ്ങൾ പ്രസവിച്ച മക്കളല്ല എന്നേ അവർ കണക്കാക്കുകയുള്ളൂ. ഇപ്പം മിക്ക പെൺപിള്ളേരുടെയും നമ്മൾ പറയും, അത് നീ നിൻ്റെ അമ്മാവിയായിട്ട് കാണരുത്, അമ്മയായിട്ട് കാണണം. പക്ഷെ അവരമ്മയെ മാത്രമേ അവർക്ക് അമ്മയായിട്ട് കാണാൻ പറ്റുള്ളൂ എന്ന് പറയും. അതേപോലെ തന്നെയാണ് പുരുഷന്മാരുടെയും പറയും, നിങ്ങളെ ഭാര്യയുടെ അമ്മ നിങ്ങളെ അമ്മയാണെന്ന്. പക്ഷെ അവരൊന്നും അങ്ങനെ കാണില്ല. അതുകൊണ്ട് സ്വത്തൊരു കാരണവശാലും മക്കൾക്ക് മാത്രമായിട്ട് നിങ്ങൾ എഴുതി വയ്ക്കരുത്. നിങ്ങൾ അവകാശം വെച്ച് മാത്രമേ വയ്ക്കാവൂ. അല്ല എങ്കിൽ പല അമ്മമാരും ഇന്ന് കിടന്ന് അനുഭവിക്കുന്നതൊക്കെ കാണുകയാണ്. നിങ്ങൾക്ക് സ്വത്തുണ്ടെങ്കിൽ, അതിലൊരു വീടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മരണകാലം വരെ ആ വീട്ടിൽ കിടക്കാൻ പറ്റും. ആരും നിങ്ങളെ അടിച്ചിറക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു വീടില്ല, സ്വത്തുക്കളൊന്നും ഇല്ല എങ്കിൽ ഈ മക്കൾ പേരിൽ എഴുതി വെച്ച് അവരെങ്ങോട്ടെങ്കിലും മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടുപോകണമെന്നില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും പ്രായമായ അമ്മമാർ സ്വത്തുക്കൾ എഴുതി നിങ്ങൾ അവകാശം ഇല്ലാതെ മറ്റൊരാളിന് വയ്ക്കരുത്. മക്കൾ നിങ്ങളത് തന്നെ. പക്ഷെ എപ്പോഴാണ് മക്കളെ മനസ്സ് മാറണമെന്ന് നമുക്കറിയാൻ പറ്റില്ല. മക്കളെ മനസ്സ് ഇപ്പം മനുഷ്യൻ്റെ മനസ്സ് നിന്ന നിലയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഈ ഭൂമി കറങ്ങും പോലെ തന്നെയാണ് അവരുടെ മനസ്സും കറങ്ങിക്കൊണ്ടിരിക്കണം മനുഷ്യൻ്റെ. അതുകൊണ്ട് മനുഷ്യൻ ഇപ്പം എന്തൊക്കെയാണ് ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അമ്മമാരൊരു കാര്യം ചെയ്യണം. നിങ്ങളെ കൊണ്ട് ചെന്ന് വൃദ്ധസദനത്തിൽ തള്ളണതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഒരു പിടി മണ്ണുണ്ടെങ്കിൽ, അതിലൊരു കുഞ്ഞു വീടുണ്ടെങ്കിൽ അത് നിങ്ങൾ അവകാശം കൂടെ വെച്ച് മാത്രമേ മക്കൾക്ക് കൊടുക്കാവൂ. മക്കൾക്ക് കൊടുക്കേണ്ടെന്നല്ല, നിങ്ങളെ മരണശേഷം നിങ്ങളെ ബോഡി അവർ എടുത്ത് ദഹിപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളെ സ്വത്തിൽ മക്കൾക്ക് അവകാശമുള്ളൂ എന്ന് നിങ്ങൾ എഴുതി വയ്ക്കണം. ഇതിപ്പോൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ചിലപ്പോൾ എല്ലാവരും എനിക്ക് പൊങ്കാല ഇടാൻ വരും. എന്നാലും കുഴപ്പമില്ല. അറിയാത്തൊക്കെ ഒരു ഫോൺ വിളിച്ച് പറയും, നീ എന്തിനും അതിലിരുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾപ്പിക്കണേ. എന്നാലും കുഴപ്പമില്ല. അമ്മമാർ ഒരിക്കലും സ്വത്ത് എഴുതി വയ്ക്കരുത്. നിങ്ങളെ മരണശേഷം മാത്രമേ വയ്ക്കാവൂ.